ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ദ ടെറഡ് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് ഒത്തിരി ആൾക്കാർ ചോദിച്ച പ്രകാരം വൺ സൈഡ് ലവ്, ക്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്നോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. കറന്റ് ഫീലിങ്സ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ക്രഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി കൈൻഡ് ഓഫ് ക്രഷ് അല്ലെങ്കിൽ ഫ്രണ്ട്, അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടോ എന്നതിനെ കുറിച്ച്, അതായത് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അതായത് നിങ്ങൾ പ്രണയിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഇഷ്ടമുണ്ട്, പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് തിരിച്ച് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, കോണ്ടാക്ട് ഇല്ല, അപ്പൊ അവർ നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു ന്യൂ ബിഗിന്നിങ്ങിന് സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പൊ ഇത് ഒത്തിരി ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഈവൻ നിങ്ങൾക്ക് പൈലിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് പൈലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങൾ 3 പ്രാവശ്യം പറയുക, അല്ലെങ്കിൽ അവരുടെ എനർജിയുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ആയിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ നോക്കോ, അങ്ങനെ എനർജി കണക്ട് ആവുക. അതിനുശേഷം നിങ്ങൾ ഈ 2 കാർഡിലേക്ക് സൂക്ഷിച്ചു നോക്കുക. എന്നിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇപ്പോൾ തെറ്റായി പോയി എങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൈല് കാണാവുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പൈൽ ഏതാണ്, മോസ്റ്റ് റെസൊണേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പൈല് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പൈൽ സെലക്ഷനുള്ള സമയമാണ്. കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് കണ്ണുകൾ തുറക്കുക. ഏതാണോ നിങ്ങൾക്ക് അട്രാക്റ്റ് ആയി തോന്നുന്നത് അതാണ് നിങ്ങളുടെ പൈൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ പൈല് എടുത്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ടെററ്റ് ക്ലാസ് അവൈലബിൾ ആണ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ്, എനർജൈസ്ഡ് ചാർജ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സും രുദ്രാക്ഷവും നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അൺനോൺ ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ പ്രണയത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ കുറിച്ച് തികച്ചും നിങ്ങൾക്ക് യാതൊരു ധാരണയും ഇല്ല എങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് ഏഞ്ചൽസിനോട് തന്നെ ചോദിച്ചു നോക്കാം. ഹോപ്പ് നിങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരം കിട്ടും. ഹായ് ഗായ്സ്, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പൈലായിട്ട് നമ്മുടെ കറേജ് എന്ന കാർഡാണ് എടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങൾക്ക് ഒത്തിരി ക്ലോസ്നെസ് തോന്നുന്നത് അല്ലെങ്കിൽ റെസൊണേറ്റ് ആകും നിങ്ങളുടെ പൈൽ ഇതാണെന്ന് തോന്നിയത് എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ക്രഷ് ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. ക്രഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ട്, പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ ഇഷ്ടം കൺഫേം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അഥവാ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, അൺനോൺ ആണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഫീലിംഗ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഫ്യൂച്ചർ മൂവ് എടുക്കുമോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, ഓക്കെ, കാർഡ്സ് ഷഫിൾ ചെയ്തു. നമുക്ക് കാർഡ്സ് എടുക്കാം. 3 of Cups, ഓക്കെ, സോർഡ്സ് കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. നൈസ്, ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് പേജ് ഓഫ് പെന്റിക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സണെ ഡീപ്ലി നിങ്ങളുടെ അടുത്ത് ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ അവർക്കൊരു ഇമോഷണലി നമുക്ക് എവിടെയൊക്കെയോ ഫീൽ ആവുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ചെറിയ ചെറിയ ഫീലിംഗ്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കിട്ടുമ്പോൾ അവർക്ക് എവിടെയൊക്കെ ചെറിയൊരു സ്പാർക്ക്, അതായത് നിങ്ങൾ വന്നു, നിങ്ങളുടെ പ്രസൻസ് ഇവിടെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ്, അവനെത്തി അല്ലെങ്കിൽ അവളെത്തി, അങ്ങനത്തെ ഒരു ചെറിയ നമ്മുടെ ഫീലിങ്സ്, കുഞ്ഞു ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടി അവർക്ക് ഓഫൻ ഫീൽ ചെയ്യാറുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ശരിയാണ്, ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ക്രഷ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ഭയങ്കര എന്തോ ഒരു പേടിയിലോ ഒരു വെപ്രാളത്തിലോ ഒരു ഫിയറിലോ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, മേ ബി ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇമോഷൻ ഉണ്ടെങ്കിൽ അവർക്കത് തുറന്നു പറയാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ തരക്കാരല്ല നിങ്ങൾ, അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു പോസിറ്റീവ് ബോണ്ടിലേക്ക് ഏർപ്പെടാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല, ഇങ്ങനെയുള്ളൊരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിലേക്ക് വച്ച് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്.
കാരണം അവരടുത്തേക്ക് വരികയോ അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ അടുത്ത് നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ ചിലപ്പോൾ ഇപ്പൊ അവർക്ക് കിട്ടുന്ന ഈ ഒരു കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ പോലും ചിലപ്പോൾ മേ ബി അവർക്ക് കിട്ടാതെ ആകും എന്നുള്ളൊരു അവസ്ഥയായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് അവർ വളരെയധികം നിങ്ങളുടെ അടുത്ത് എന്താണ് ഒരു കമ്പാഷനോടുകൂടി ഒരു എന്താണ് ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനാണ് താല്പര്യപ്പെടുന്നത്. മേ ബി അത് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ മേ ബി പതിയെ പതിയെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഗ്രോത്തിലേക്ക് കൊണ്ടുവരാം എന്നൊരു രീതിയിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് ഒത്തിരി സമയം വേണം നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ. നിങ്ങൾ ലോയൽ ആണോ, നിങ്ങൾ ട്രസ്റ്റ് വർത്ത് ആണോ, നിങ്ങൾ ചതിക്കോ ഇല്ലയോ, നിങ്ങൾ അവരുടെ തരക്കാരാണോ എന്ന രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ജസ്റ്റിസ് കാണിക്കുമോ എന്ന രീതിയിലൊക്കെയുള്ള ചിന്ത അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ കടന്നു കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു എപ്പോഴും നിങ്ങളെ കുറിച്ചൊരു ചിന്ത, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കാനൊരു ടോപ്പിക്, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ആയി കഴിഞ്ഞതായിട്ടാണ് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത്. ഓക്കെ, ആൻഡ് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ വോൺസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ഏസ് ഓഫ് വോൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫയർ, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ഇമോഷൻ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സണ് തോന്നാനുള്ള സാധ്യത ഭാവിയിൽ കൂടുതലാണെന്ന് എനിക്ക് കാണുന്നുണ്ട്. കാരണം ഏസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് ആണ്. ആൻഡ് അത് നിങ്ങളുടെ അടുത്ത് ജസ്റ്റിസോട് കൂടിയുള്ള ന്യൂ ബിഗിനിങ് ആയിരിക്കും എന്നതാണ് കാർഡ്സ് നമുക്ക് കാണിക്കുന്നത്. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തൻ്റെതായിട്ടുള്ള ഫേസ് എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർക്ക് തോന്നുന്ന ഇമോഷൻ എന്താണെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണെന്ന്. ഇപ്പൊ നിങ്ങൾ പാർട്ട്നേഴ്സ് ആയിരുന്നുവെങ്കിലും നിങ്ങൾ തമ്മിൽ ഡിസ്റ്റന്റ് ആണെങ്കിൽ ചിലപ്പോൾ പാർട്ട്ണറാണ് ആ ഒരു അട്രാക്ഷന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് പാർട്ട്ണർഷിപ്പിൽ അവർ വന്നിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ വഴക്കടിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കണം ഈ ഒരു പേഴ്സൺ ഒറിജിനലി നിങ്ങളുടെ അടുത്ത് എന്ത് ഫീലിംഗ് ആണുള്ളത്. പല റീഡിങ്ങിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ ചേസ് ചെയ്യല്ലേ എന്നും. ചേസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരു പരിധി വരെ, പക്ഷെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചേസ് ചെയ്യണോ വേണ്ടോ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ചേസ് ചെയ്യരുതെന്ന് പറയുന്നത് ചിലപ്പോൾ അട്രാക്ഷനോടുകൂടി ഭയങ്കര എനർജറ്റിക് ആയിട്ട് നമ്മളുടെ അടുത്ത് ഒരാൾ പ്രണയം കാണിക്കുമായിരിക്കാം, പക്ഷെ ഒറിജിനലി അയാൾക്ക് ആ ഒരു പ്രണയത്തിന്റെ വാല്യൂ അറിയണമെന്ന് ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചേസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് നമ്മുടെ വാല്യൂ മനസ്സിലാകുക. അതുപോലെ നിങ്ങളുടെ ക്രഷിന് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൺ തന്റെ ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ അടുത്ത്, അവർക്ക് എന്തെങ്കിലും അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടോ, അവർ നിങ്ങളുടെ അടുത്ത് എന്താണ് എക്സ്പ്രസ് ചെയ്യേണ്ടതിനെ കുറിച്ച് ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നതാണ് കാണുന്നത്. അതുപോലെ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്യുവർ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലൈക്ക് പേഴ്സൺ ആണ്, അതായത് തുടക്കക്കാരനാണ് അല്ലെങ്കിൽ തുടക്കക്കാരിയാണ് നിങ്ങളുടെ ക്രഷ് എന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. മുമ്പ് അവർക്ക് ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളോട് അവർക്കുണ്ടായ ഒരു അനുഭവം ആദ്യത്തെ അനുഭവമാണ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തോട് ചേർത്ത് എന്തോ ഒരു സംതിങ് ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. ഈ ഒരു അനുഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഒത്തിരി വ്യക്തികളുടെ അടുത്ത് അവർക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളൊരു ഡിഫറെന്റ് വൈബ്രേഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത് എന്നൊരു രീതിയിലുള്ള ചിന്താഗതി അവർക്ക് വരുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്ക് കുട്ടിത്തം ഉള്ള ക്യാരക്ടർ കാണിക്കാനും അല്ലെങ്കിൽ ക്യൂട്ട് ആവാനും പലപ്പോഴും ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്കിതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ക്രഷിന്റെ ഇമോഷൻ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷൻ ആണ് ഭാവിയിൽ രൂപപ്പെടാൻ സാധ്യതയുള്ളത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അതുപോലെ പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്ന് കാണിക്കുന്ന കാർഡാണ് ഈ പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓവറോൾ ഈ ഒരു കാർഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ക്രഷ് എന്ന വ്യക്തി കറന്റ്ലി നിങ്ങളോടുള്ള ഇമോഷൻ എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാണ്. കാരണം ഒരു കടലോളം ഇമോഷൻസ് അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട്, പക്ഷെ അത് മാറി മറിഞ്ഞും കിടക്കണം. ദേഷ്യമായിട്ടും വെപ്രാളമായിട്ടും നിങ്ങളെ കാണുമ്പോൾ ഉള്ള പേടിയായിട്ടും സങ്കടമായിട്ടും അങ്ങനെയുള്ള ഒരു സീ ഓഫ് ഇമോഷൻ കിടക്കുകയാണ് അവരുടെ മനസ്സിലെന്നാണ്. ഇതിനകത്ത് ഈ നിങ്ങളോടുള്ള സത്യസന്ധമായിട്ടുള്ള ആ ഒരു പ്യുവർ എനർജി എന്താണെന്ന് അവർ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. സോ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് ഇതാണ്: നിങ്ങൾ കുറച്ചും കൂടി ഒരു പേഷ്യൻസ് കാണിക്കുക. ആൻഡ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനുള്ള വഴി നിങ്ങൾ ഒരുക്കുക. ആൻഡ് അവർക്ക് നിങ്ങളുടെ അടുത്ത് കംഫർട്ട് സോൺ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ്. ഓക്കെ, അങ്ങനെ പതിയെ പതിയെ നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് പൂവണിയിക്കാൻ സാധിക്കും. അവരുടെ ഇമോഷണൽ കണക്ഷൻസ് നിങ്ങൾക്ക് അവരോട് തോന്നുന്നത് പോലെ തന്നെ അവർക്ക് തിരിച്ച് നിങ്ങളോട് തോന്നിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കണക്ഷനിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ
വീൽ ഓഫ് ഫോർച്യൂൺ, അതായത് നിങ്ങളുടെ ഫോർച്യൂൺ, നിങ്ങളുടെ ലോട്ടറിയും അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇഫ് നിങ്ങൾ പൈൽ നമ്പർ 1 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ക്രഷ് ആയിക്കോട്ടെ, നിങ്ങളുടെ എന്താണ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് വ്യക്തി ആയിക്കോട്ടെ, ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു ലക്ക്, ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് വാട്ട് എവർ ദ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുമെന്നും ഇതിനകത്ത് കാണിക്കുന്നു. ഓവറോൾ എനർജിയിൽ പേജ് ഓഫ് പെന്റിക്കിൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, നിങ്ങളുടേതായിട്ടുള്ള പെരുമാറ്റങ്ങൾ അനുസരിച്ച് അവർക്ക് വഴിയൊരുക്കുകയാണെങ്കിൽ ഒരു പോസിറ്റിവിറ്റി റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നതാണ് കാണുന്നത്. സോ പതിയെ പതിയെ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യുക. എടുത്തു ചാടാനല്ല ഞാൻ പറയുന്നത്. എടുത്തു ചാടിയാൽ കയ്യിലുള്ളതും കൂടി നഷ്ടപ്പെടും. പതിയെ പതിയെ അവർ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആക്കുക, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ള ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും നാൾ എനിക്ക് കിട്ടി. താങ്ക് യു സോ മച്ച് നിങ്ങൾ ആ സപ്പോർട്ട് തരുന്നതിന്. അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാം, അല്ലെങ്കിൽ സെക്കൻഡ് പൈലിൽ കാണാം. ബൈ. ഹേ ഗായ്സ്, അപ്പം നിങ്ങൾ സെക്കൻഡ് പൈലായിട്ടുള്ള ലെറ്റിംഗ് ഗോ എന്ന കാർഡാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ളതെങ്കിൽ എന്താണ് നിങ്ങളുടെ ക്രഷിന്റെ ഫീലിങ്സ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത് ഭാവിയിൽ ഒരു റിലേഷൻഷിപ്പ് ആകുമോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഏഞ്ചൽസ് ഗൈഡൻസ് തരുന്നത് എന്ന് നോക്കാം. ക്രഷ് ഇമോഷൻ ടുവേർഡ്സ് ഇമോഷൻ. ഓക്കെ, എംപറർ എനർജി കിട്ടിയിട്ടുണ്ട്, പോസിറ്റീവ് ആണ്. പേജ് ഓഫ് കപ്സ് എനർജി കിട്ടിയിട്ടുണ്ട്, വാവ്. കപ്സ് എനർജി വളരെ നല്ലതാണ്. 3 ഓഫ് കപ്സ് എനർജി കിട്ടിയിട്ടുണ്ട്, വാവ്. പ്ലീസ് പേജ് ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ് എനർജി, അതായത് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ദ സ്റ്റാർ. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ഏസ് ഓഫ് പെന്റിക്കിൾസ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾമേറ്റ് ആണ്. നിങ്ങൾക്ക് അവരുടെ അടുത്ത് ക്രഷോ ഇഷ്ടമോ താല്പര്യമോ തോന്നാനുള്ള റീസൺ അവർ നിങ്ങളുടെ സോൾമേറ്റ് ആയതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഇമോഷൻ തോന്നിയതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വേണം ആദ്യം തന്നെ പറയാൻ. അവരും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് ബന്ധമുള്ളതായിട്ടും എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ക്രഷിന്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തും ഡിസയർ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ മുന്നോട്ട് കിട്ടും. അല്ലെങ്കിൽ ഇമോഷണൽ ഫുൾഫിൽമെന്റ്, അതായത് തന്റെ ഇമോഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയ ഒരു അവസ്ഥ ഈ പേഴ്സൺ ഉണ്ടാകും എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള മാനസിക വിഷമങ്ങളും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റായികയും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇംബാലൻസുകളും, കാരണം നിങ്ങൾ ഒരു എംപറർ എനർജിയിൽ നിൽക്കുന്നു എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. ആൻഡ് നിങ്ങളുടെ അടുത്ത് പാർട്ട്ണർഷിപ്പ് കൂടാൻ കൊള്ളാം എന്നുള്ള താല്പര്യം അവർക്കുണ്ട്. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ വന്നാൽ എനിക്ക് സന്തോഷവും എനിക്ക് ഹാർമണിയും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ് എപ്പോഴും ഈ വ്യക്തിക്ക്. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്നത് കണ്ടോ ഭയങ്കര ബോൾഡ് ആണ്, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ കണ്ണില് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പർ ആയിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിൽ എത്തിച്ചേരാൻ അവർ താല്പര്യപ്പെടുന്നത് കൊണ്ട് നിങ്ങളും ആ ഒരു പാർട്ട്ണർഷിപ്പിന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ക്യാരക്ടർ കണ്ടോ ഇങ്ങനെ ചുമ്മാ ചിന്തിച്ച് കൂട്ടി പിന്നെ അതിനു വേണ്ടി സഫർ ചെയ്ത് അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാൽ അവരുടെ ലൈഫ് കുറച്ചും കൂടി മെച്ചപ്പെടും, അവർക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാൽ എന്താണ് അവരുടെ ജീവിതം മനോഹരമാക്കാൻ, ജോയ്ഫുൾ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇതിനകത്ത് കാണുന്നു. ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഇതുവരെ ഒരു റിലേഷൻ തുടങ്ങിയില്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റീസുകളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്താൽ പോസിറ്റിവിറ്റി ഉണ്ടാകും എന്നവർ വിശ്വസിക്കുന്നു. ആൻഡ് ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ഒരു പ്യുവർ ലവ് അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങളുടെ ക്രഷിനെ
തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. ആൻഡ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കൊരു സ്റ്റെബിലിറ്റിയും ഒരു പ്രൊട്ടക്ഷൻ, ഒരു സെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാകുന്നു. ആൻഡ് നിങ്ങളൊരു എംപറർ എനർജി, ഓൾവേസ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള എനർജിയിൽ നിൽക്കുന്നു. അതുകൊണ്ട് അവരുമായി നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് താല്പര്യമുണ്ട് എങ്കിൽ അതുപോലെ തന്നെ അവർക്കും താല്പര്യമുണ്ട്. നിങ്ങൾ സോൾമേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് പലപ്പോഴും മിറർ ആകുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ക്രഷിനേക്കാൾ ഉപരി നിങ്ങൾ തമ്മിൽ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പും ഒരു പ്രോമിസിങ് ഫ്യൂച്ചറും ഉണ്ടാകുമെന്നാണ് എനിക്ക് കാണുന്നത്. കാരണം ക്രഷ് അല്ല, ഇത് ക്രഷിനേക്കാൾ മുകളിലാണ്, അല്ലെങ്കിൽ മുകളിൽ നാളെ ആയിത്തീരും എന്നുള്ള ഒരു വിശ്വാസം ഉള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. കാരണം സ്റ്റാർ എന്ന് പറയുന്നത് എപ്പോഴും മാനിഫെസ്റ്റേഷൻ, എപ്പോഴും പ്രതീക്ഷ, നമ്മൾ ചിന്തിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നടക്കുക. അതായത് അവരാണെങ്കിൽ തികച്ചും ഇതിനകത്തൊരു ഹോപ്പ് വെക്കുന്നില്ലാത്തൊരവസ്ഥയാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ പിന്നെ സ്റ്റാറിന്റെ എനർജി ഇതിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓവറോൾ എനർജി ഏസ് ഓഫ് പെന്റക്കിൾസ് വരിക എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഭാവിയിൽ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്, ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് കാണുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇതിനകത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് ഒരു തിടുക്കം ഇതിനകത്തുണ്ട് നിങ്ങളുടെ ക്രഷിന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്നും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ക്രഷ് ഇങ്ങനെ ഒരു അവിടും ഇവിടും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും തന്റെ ഇമോഷൻസ് പ്രോപ്പറായി പുറത്ത് കാണിക്കണമെന്നില്ല. ഇല്ലെങ്കിൽ പലപ്പോഴും തന്റെ ഇമോഷൻ പുറത്ത് കാണിക്കുമ്പോൾ അതൊരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഒരു വഴക്ക്, അല്ലെങ്കിൽ ഒരു അടി, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി രൂപേണയായിരിക്കും അവർ മിക്കവാറും നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോൾ എന്റെ സമാധാനം കെടുന്നു എന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ മറിച്ചാണ് അവരെങ്ങനെ നിങ്ങളുടെ അടുത്ത് നെഗറ്റീവ് ആകാൻ ശ്രമിക്കുന്നു, അതിന്റെ പോസിറ്റീവ് ആണ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ്. പക്ഷെ അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രസൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഫുൾഫിൽമെന്റ് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന്. ആൻഡ് ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ഇന്നർ കോൺഫ്ലിക്റ്റുകൾ ഈ പേഴ്സൺ ഒത്തിരി ഉണ്ട്. അതായത് ഉള്ളിൽ തന്നെ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറമെ നിങ്ങളുടെ അടുത്തും വഴക്കുണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിലും ഈ വ്യക്തിക്ക് നിങ്ങളൊരു പോസിറ്റിവിറ്റിയാണ്, നിങ്ങളൊരു ഫേവറബിൾ ആയിട്ടുള്ള ലൈറ്റ് ആണ് അവർക്ക്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നാൽ അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഫുൾഫിൽമെന്റ് കിട്ടും. നിങ്ങൾക്ക് അതിൽ അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അവർ ബഹുമാനിക്കുന്നുണ്ട്, നിങ്ങളുടേതായിട്ടുള്ള ക്യാരക്ടറിൽ അവർ ഒത്തിരി ഇംപ്രസ്ഡ് ആണ് എന്നതാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോ നിങ്ങളുടെ ലവർ ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി ലക്കിയാണ്. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നു. ആൻഡ് ഈവൻ ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണ് എങ്കിൽ ഈ ഒരു കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, ആൻഡ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് എങ്കിൽ ഭാവിയിൽ ഈ ഒരു അപ്രോച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ക്രഷിന്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ ഇത് റെസൊണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഫർദർ മോർ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫർദർ മോർ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ.